നമസ്കാരം. പി.സി. ജോർജ് ആണത്രേ കേരള കോൺഗ്രസിന്റെ സാമൂഹ്യ പ്രശ്നം. ഫ്രാൻസിസ് ജോർജിന് ഇടുക്കി സീറ്റ് കിട്ടാതിരിക്കാൻ പാരയുമായി നടക്കുന്നത് മുതൽ ഉമ്മൻചാണ്ടിയെ ക്ഷുഭിതനാക്കുന്ന കുത്തിത്തിരിപ്പുകൾ നടത്തുന്നതുവരെ പി.സി. ജോർജ് ആണത്രേ. കേരളവും കേരള കോൺഗ്രസും ഇങ്ങനെ ജോർജിന് ചുറ്റും കറങ്ങിയടിച്ചു നടന്നാൽ മതിയോ? ശല്യം ഒഴിവാക്കാൻ പി.സിയെ മുഖ്യമന്ത്രി വരെ ആക്കാൻ സന്നദ്ധരാണ് ജോസഫ് ഗ്രൂപ്പുകാർ. തങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നാണ് മുദ്രാവാക്യം. മുഖ്യമന്ത്രി ആയാലുള്ള സ്ഥിതി എന്താകും? പി.സി. ജോർജ് മുഖ്യമന്ത്രി ആകട്ടെ എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി ആ കസേര കയറിയാൻ ചോവിനിരിക്കും. എന്നിട്ട് കസേര ഇരിക്കുകയല്ല, ആ ഇരുന്ന് കഴിഞ്ഞ് ഭരിക്കും. 5 വർഷം ഭരിക്കുന്നല്ല, ദൈവം തമ്മിൽ അനുഗ്രഹിക്കുക എത്ര വർഷം അത്രയും വർഷം ഭരിക്കും. സമത്വ സുന്ദരമായ ഒരു സ്റ്റേറ്റ് ആക്കി ഈ കേരളത്തെ മാറ്റും. വെരി ഗുഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാവേലി ഭരിക്കുന്നത് പോലെ. മാവേലി ഏകദേശം ഒക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഇതെല്ലാം കേട്ട് പേടിയാകുന്നുണ്ട്. കസേര പോകുമോ എന്ന പേടി. സോളാറും പണ്ടാരങ്ങളും തോന്നിയ പോലെ തോന്നിയ സമയത്ത് എഴുന്നള്ളുന്ന കാലമാണ്. എന്താണ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ വയ്യല്ലോ. ഉമ്മൻചാണ്ടിക്ക് ആശ്വസിക്കാൻ തീരെ വകയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമ്മൻചാണ്ടി മുതൽ പി.ജെ. ജോസഫ് വരെയും എം.എം. ഹസൻ മുതൽ ഫ്രാൻസിസ് ജോർജ് വരെയുമുള്ളവരാണ് പി.സിയുടെ മുഖ്യ ശത്രുക്കൾ. ഇവരെ ജോർജ് കൈകാര്യം ചെയ്യുന്ന വിധം മാണിസാറിന് പോലും പറയാൻ കഴിയില്ല. ജോർജിനെതിരായ നടപടിക്കായി ജോസഫ് ഗ്രൂപ്പുകാർ മുറവിളി കൂട്ടുമ്പോൾ മാണിസാർ കേട്ടില്ലെന്ന് നടിക്കുന്നത് പോട്ടെ, ജോർജ് സിനിമയിൽ അഭിനയിച്ചു നടക്കുകയാണ്. കേരളം വിറപ്പിക്കുന്ന മുഖ്യമന്ത്രിയായി അഭിനയിക്കുകയാണ്. മുഖ്യമന്ത്രിയായിട്ട് വേണമല്ലോ ജോസഫ് ഗ്രൂപ്പിനെ വകവരുത്താൻ. എന്റെ ആക്ട് നന്നായിരുന്നില്ലേ? നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത്ര നന്നായിട്ടില്ല. അതെ, ഇവിടെ വിചാരിക്കാൻ വേറെ ആളുണ്ട്. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയെടുക്കും. ജീവിതം തന്നെ ഒരു സിനിമയാണല്ലോ, ജീവിതം തന്നെ ഒരു അഭിനയമാണ്. വികൃതി കൂട്ടങ്ങൾ എന്ന ഒരു സിനിമയാണ്. അതിന്റെ ഡയറക്ടറാണ് ഇരിക്കുന്ന സംഗീത്, അഡ്വക്കേറ്റ് സംഗീത്. അതേ ഒരു വക്കീൽ കൂടാണ് സംഗീത്. ഈ ചെറുപ്പക്കാരൻ പഠിക്കുന്ന സിനിമയിലാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട അതിലെ നടനായ മധു, ക്യാപ്റ്റൻ രാജു ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരൊക്കെ ഉണ്ട്. ഓഹോ, കടം വീട്ടിപ്പോ അഹങ്കാരത്തിൽ കൂടിയില്ലേ? ഇരുന്നിടത്തുനിന്ന് ഒരു അനക്കമില്ല. ഞാനിപ്പോ പ്രസിഡന്റ് മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണ്. ഒരു ഫോട്ടോ എടുത്തേ. ഇങ്ങനെ ഹലോ, ഷോട്ട് റെഡി, ഫോട്ടോ എടുക്കട്ടെ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താണ്? അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോ ഞാൻ പറയണ്ട, ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞാൽ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി ആട്ടോ, ക്യാമറ റെഡി അല്ലേ? റെഡി. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കിന്ന് മര്യാദക്ക് പറഞ്ഞു അടുപ്പിക്കുന്നു. ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി പെറുക്കി. നിങ്ങൾ എന്നെ വീട്ടിൽ കൂട്ടല്ലേ? എന്താണെങ്കിലും തീരുമാനം എടുക്കും. ആ തീരുമാനം പൊതുജനം അംഗീകരിക്കുന്നതായിരിക്കാം. അങ്ങനെ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ്. വേറെ രാഷ്ട്രീയമൊന്നും ഒരു കാരണവശാലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കുറിപ്പ് പറയുന്നത് ശരിയാണ്. സാഹചര്യം നിർബന്ധിച്ചുകൊണ്ടാണ് ഇന്റലിജൻസ് എസ്.പി.യെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അയാളുടെ ഈ സർവീസ് റിക്കാർഡിൽ ഇതുവരെ ഒരു കറുത്തപ്പാട് കാണാനില്ല. മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കുക അങ്ങനെയുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായി, ഇത്തവണ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ അല്ലെങ്കിൽ നാടകത്തിൽ സിനിമയിലേക്ക് വന്ന് മുഖ്യമന്ത്രി ആയേക്കാം, അതിന് കുഴപ്പം വേണ്ട, അത്ര ചോദിക്കരുത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്, രാഷ്ട്രീയം ചോദിക്കരുത്. ശരിയല്ല വേണം, അതുകൊണ്ടാണ് വേണ്ട. നിങ്ങൾ ചോദിക്കാൻ എനിക്കറിയാമല്ലോ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ചോദിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. രാഷ്ട്രീയം ശരിയല്ല. നമ്മൾ ഇന്ന് കർഷകർ മുഴുവൻ വളരെയേറെ ദുരിതത്തിലാണ്. രാഷ്ട്രീയം പറയാതെ കളിക്കാനാണ് ചീഫ് വിപ്പിന് ഇഷ്ടം. സഹികെട്ടാണ് ജോസഫ് ഗ്രൂപ്പുകാർ പരസ്യമായി ഇറങ്ങിയിരിക്കുന്നത്. ആന്റണി രാജുവും സംഘവും കഴിയുന്നത്ര ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു.
PC ജോർജിൻ്റെ കഴിഞ്ഞകാല 2.5 വർഷത്തെ ചീഫ് വിപ്പ് എന്നുള്ള സ്ഥാനത്തുള്ള പ്രവർത്തനം നിരാശാജനകമാണ്, പാർട്ടി വിരുദ്ധമാണ്, മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. ഒന്നുകിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റണം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ തുണിപിടുത്തം ശരിയാണ്. ഞാൻ നടക്കുമ്പോൾ തുണി അങ്ങനെ പിടിക്കാറുണ്ട്. അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചതാ? കഴിഞ്ഞ് ഞങ്ങൾ മാത്രമല്ലല്ലോ, കോൺഗ്രസ് പാർട്ടി അഭിപ്രായപ്പെട്ടല്ലോ ശ്രീ PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് മാറ്റണമെന്ന്. ഘടകകക്ഷികളെല്ലാം, ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും, ഇന്നലെ മെനിഞ്ഞാന്ന് ജനതാദൾ നേതാവ് ശ്രീ വീരേന്ദ്രകുമാർ അദ്ദേഹം ഇന്നലെ ആവശ്യപ്പെട്ടല്ലോ, ചീഫ് വിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തെറ്റാണ്, ഒരു മുന്നണി UDFൻ്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ശ്രീ PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം ദുരുപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഇത്രയും ചാണത്തിൽ എനിക്കുണ്ടോ എനിക്കൊരു സംശയം. അത് ഇച്ചിരി കൂടുതലായിപ്പോയി. അപ്പോൾ ഏതാണ്ട് മുന്നണിയിലെ എല്ലാ കക്ഷികളും, മുഖ്യകക്ഷി മുതൽ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വന്തം കക്ഷി പോലും. പിന്നെ ഇച്ചിരിയുടെ നിറം എനിക്ക് വെളുത്തതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അവരെക്കാൾ വലിയ നേതാവാണ് താനെന്നുള്ള മട്ടിൽ PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പിന്നെ ഈ ആകൃതി ഇത്ര പണം എനിക്കുണ്ടോ? ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫ്, ജില്ലാ പ്രസിഡന്റായിരുന്ന DCC പ്രസിഡന്റായിരുന്ന മണ്ഡലം ശ്രീ ആന്റണി MP DCC പ്രസിഡന്റ്, ഈ 4 പേരെയും തെരഞ്ഞു പിടിച്ച് കഴിഞ്ഞ കുറേ കാലമായി ശ്രീ PC ജോർജ് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അല്ല, എനിക്ക് വയറിച്ചിരി കൂടുതലാന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? ജോർജ് ആക്ഷേപിക്കാത്ത, വ്യക്തിഹത്യ നടത്താത്ത ഏത് പാർട്ടിയുണ്ട്, ഏത് വ്യക്തിയുണ്ട്, ഏത് നേതാവുണ്ട്? മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മുതൽ മന്ത്രിയായ ശ്രീബു ബേബി ജോൺ വരെ, നേതാക്കന്മാരിൽ ഉന്നതനായ ശ്രീ AK ആന്റണി മുതൽ ശ്രീ TN പ്രതാപൻ MLA വരെ, ഇതിൽ MLA-മാരല്ലാത്തവരെ നോക്കിയാൽ ശ്രീ KR ഗൗരിയമ്മ മുതൽ MM ഹസൻ വരെ, എന്തിനെ മരിച്ചവരെ നോക്കിയാൽ യശസ്വരീനായ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ശ്രീ KM ജോർജ് സാർ മുതൽ TV തോമസ് വരെ, ആരെ വ്യക്തിഹത്യ നടത്താത്ത? ഏറ്റവും ഒടുവിൽ സഹപ്രവർത്തകരെ. ഇങ്ങനെ എല്ലാവരും വ്യക്തിഹത്യ നടത്തി, എല്ലാ പാർട്ടികളെയും ആക്ഷേപിച്ച് മുന്നണിയെ പ്രതിസന്ധിയിലാക്കി, മുന്നണിക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് എങ്ങനെ ഒരാളെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ കഴിയും? പിന്നെ മുണ്ടുകൊടുക്കുന്ന ഞാൻ ഇച്ചിരി താത്താണ്, ശ്രദ്ധിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സുഹൃത്തായിട്ട് പോവാം. പാർട്ടി ചെയർമാൻ പറയുന്നത് അത് തന്നെ അതിന്റെ തീരുമാനം. ഇടുക്കി സീറ്റ് കാര്യം ചർച്ച ചെയ്യാൻ പറ്റിയായിരുന്നു. കൊച്ചു കള്ള തെളിയിക്കൊന്നല്ലേ പറഞ്ഞത്? തെളിയിക്കേ ജോസഫേ, ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. മര്യാദയ്ക്ക് കടലാസ് കൊണ്ട് തരാനാണ് നിനക്കല്ലേ ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്കുക. നിങ്ങൾ ഇതിനകത്തോട് പ്രശ്നം ജീവൻ പോലും തരുന്ന പ്രശ്നമില്ല പറഞ്ഞില്ലേ? ദൈവമേ തൊലച്ചോ. സൗഹൃദം എന്ന് പറഞ്ഞ് കൂടെ കൂടും, അങ്ങനെ ഓരോരുത്തരെയായി ശരിപ്പെടുത്തി കളയും. ഈ പരിപാടികൾ അറിഞ്ഞിട്ടും മാണി പാർട്ടിയിൽ അഭയാർത്ഥികളെ പോലെ തുടരുകയാണ് ജോസഫും കൂട്ടരും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരായ കളികൾ. എന്താണെന്ന് ഉമ്മൻചാണ്ടി ആ തലമുടി പോലും ശരിയായില്ല. അത് അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ